അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയാത്ത അറിവുകളാണ്. ചിലർ അറിയുന്നവരായിരിക്കാം, എന്നിരുന്നാലും നാം ഒന്നും കൂടെ ഒന്ന് പൊടിതട്ടി ആ അറിവുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ ഉപകാരപ്പെടുന്നൊരു അറിവുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കണ്ണിന് നല്ല ഒരു ഉന്മേഷം കിട്ടാനും നല്ലൊരു കുളിർമ ലഭിക്കാനും വേണ്ടി സുറുമ ഉപയോഗിക്കുന്നവരാണ്. സുറുമ ഉപയോഗിക്കൽ യഥാർത്ഥത്തിൽ സുന്നത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോഴും സുറുമ ഉപയോഗിക്കുമായിരുന്നു. നമുക്ക് ഹദീസിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ആ സുറുമ ഉപയോഗിക്കൽ എപ്പോഴാണ് സുറുമ നമ്മൾ ഉപയോഗിക്കേണ്ടത്? സുറുമ എപ്പോഴും ഇടൽ സുന്നത്തായിട്ടുള്ളത് രാത്രിയിലാണ്. രാത്രിയിൽ നമ്മൾ സുറുമ ഉപയോഗിക്കുന്ന രീതി, പകലല്ല സുറുമ ഉപയോഗിക്കേണ്ടത്, രാത്രിയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് സുറുമ ഉപയോഗിക്കേണ്ടത്. സുറുമ ഉപയോഗിക്കുമ്പോൾ തന്നെ അത് ഒറ്റയായിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കണ്ണിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടു, മറ്റേ കണ്ണിൽ ഒരു പ്രാവശ്യം ഇട്ടു, അപ്പോൾ ഒന്നായി. ഇനി ഇടുകയാണെങ്കിൽ മൂന്നായിട്ട്, 1 2 3, അപ്പുറം അതുപോലെ 3ആയിട്ട്, പിന്നെ 5, പിന്നെ 7, അങ്ങനെ ഒറ്റയായിട്ടിടലാണ് കിതാബുകളിലൊക്കെ പറയുന്നത് സുന്നത്ത് എന്ന്. അപ്പോൾ ഒരു ഒറ്റയായിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക. സുറുമ ഇട്ടാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് മഹത്തുക്കൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. സുറുമ ഇട്ട് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുന്ന സംയോഗം, ജിമാ, അതിനൊക്കെ നല്ല ശക്തി കിട്ടാൻ ഈ സുറുമ കൊണ്ട് കാരണമാകുന്നു. അപ്പോൾ എന്ന് സുറുമ ഇട്ടാൽ നല്ല ജിമാഇനും സംയോഗത്തിന് നല്ല ശക്തി ലഭിക്കും എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തും. അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കത് അനുഭവത്തിൽ വന്നേക്കാം. രണ്ടാമത്, കണ്ണിന് നല്ല കാഴ്ച വർദ്ധിക്കും. കണ്ണിന് നല്ല കാഴ്ച ലഭിക്കാൻ സുറുമ ഇടുന്നതുകൊണ്ട് സാധിക്കും. മറ്റൊന്നാണ് കൺപീലികൾ. ചില ആളുകൾക്ക് കൺപീലികൾ അവരിൽ നിന്നിട്ട് കൊഴിഞ്ഞു പോകാറുണ്ട്. പക്ഷേ സുറുമയൊന്നും അങ്ങനെ രാത്രി ഇടുന്നവരാണെങ്കിൽ അവരെ കൺപീലികൾ പോയത് അത് വളരാൻ സാധ്യതയുണ്ട് എന്ന മഹത്തുക്കൾ പറയുന്നു. അതുപോലെ തന്നെ സുറുമ ഇട്ടാൽ തന്നെ അവരുടെ വായകൾക്കൊക്കെ നല്ല ഗന്ധം ലഭിക്കാൻ അത് കാരണമാണ്. അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്ന ആളുകളുണ്ടാവും. ആ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നത് തടയാൻ സുറുമ ഇടുന്നതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവരും ഉപയോഗപ്പെടുത്തി അറിയാത്ത അറിവുകളിലെ ഈ ചർച്ച സ്വീകരിച്ച് ഇൻഷാ അല്ലാഹ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് ഷെയർ ചെയ്ത് ആ അറിയാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മളെ ഫാമിലി ഗ്രൂപ്പിലും മറ്റൊക്കെ ഇത് ഷെയർ ചെയ്യണം. അള്ളാഹു നന്മയുടെ വക്താക്കളായി നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. വീണ്ടും ഒരു എപ്പിസോഡുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.